സുഗന്ധം കുസുമസുമം സഭയെ സകലവിധം സ്വീകരിക്കും ശ്രീവായും നിപ്പതിയാദ്രാജവമസിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ പാർക്കുമോ സുബോധബോധബോധബോധബോധബോധബോധ ഹല്ലേലൂയ മൂലം ോകം കോട്ടകളിടയിൽ സകലീവായ വേഗത്വം തീർക്കും മണിലേറും മണവാക്കി സമം മധ്യദേവം സകലിൻ ചാവം പലതരമുപദേശങ്ങളോ സർവ്വത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹാസഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമായ പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതോടെ കറയോ ചെളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വഭൂമിയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ഇതിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിലൊരു മേഘശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അബ്രഹാം ആമീൻ ആമീൻ ആഹായ് പറക്കുമോ ഹല്ലേലൂയ മോദികേട്ട പരം ശക്തിയും രക്ഷയും ഭഗവതേ പറക്കുമോ നമ്മുടെ ഭയത്തോടും വണക്കത്തോടും ചെയ്യുന്നത് നമ്മുടെ ഭാഗമാക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോനിലെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യേശുമിശിഹായുടെ ജീവന്റെ പ്രസംഗമായ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്നോ കന്യാമറിയാം ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യവ്യാപാരത്തിന്റെ നാടുകളിൽ ഇപ്രകാരം സംഭവിച്ചു. യൂദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. അവിടെ വെച്ച് പുരുഷാരം തന്നെ അനുഗമിക്കുകയും അവര് രോഗികളായവരെ താൻ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീശന്മാർ അടുത്തിരുന്നു ഏതെങ്കിലും കാരണത്താൽ ഒരു തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുരാനുത്തരമായിട്ട് അവരോട് പ്രകാരം പറഞ്ഞു, സൃഷ്ടികർത്താവാദീനവരെയാണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും
അതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതിനാൽ ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവരെ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണീക്കും മകുട രമ്യ അക്ഷയമായ ഭംഗിയുള്ള അലങ്കാരങ്ങൾ കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികളേറ്റിക്കൊണ്ട് ആവിഷ്കാരം മുഴുവൻ സന്തോഷിപ്പാൻ നിനക്കിടയാക്കുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം വിജയ കൊടിവാ നമ്മെ രക്ഷിക്കും ശ്രീവായിൽ പുകഴും ശുഭചിഹ്നം ശ്രീവാ വിജയ കൊടിവാ ശ്രീവാ നമ്മെ രക്ഷിക്കും ശ്രീവായി പുകഴും. സ്വർഗീയ മണവാളനായ മെസ്സിയ തമ്പുരാൻ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങൾ മണവാളത്തിന് മുദ്രയിടട്ടെ. മസിഹാതന്റെ സഭയിൽ എന്നപോലെ നിങ്ങൾ അതിനെ സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വലത്തിൽ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോടുകൂടിയിരുന്ന് ആകൃതസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമാകുന്ന അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതെന്ന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുവാനാകട്ടെ. ദൈവലോകന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തിൽ നിന്ന് പരിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ ശ്രേഷ്ഠ മധ്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വഹിക്കപ്പെട്ടതായ കിരീടങ്ങൾ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച മഹത്വം പാടുമാറാകട്ടെ. ശരണം
എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും നല്ല കാര്യങ്ങളും ഉത്സാഹികളായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമ്മൾക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീവായുടെയും വെടിപ്പുള്ള ഏവെങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകമായി ശ്രദ്ധിപ്പിക്കും. ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാലിലും സിംഹാസനിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹം കരുണയും ഒന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീനിയായ മാതാവും ദൈവജനനിയുമായ വിസ്തരണിയുമാറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലത്ത് എന്നേക്ക് നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ വിവാഹോദാശയം നിങ്ങളോട് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാണ് നിങ്ങളെ വാങ്ങിപ്പോരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങൾ അവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടേ അംഗീകരിക്കപ്പെട്ടയാക്കി തീർക്കുമാറാകണമേ. അബോധ